الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله مولانا العظيم. إياكم والحسد فإن الحسد يأكل الحسنات كما تأكل النار الحطب. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ശഅബാനിന്റെ പവിത്രമായ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സുബഹി നിസ്കരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു എല്ലാവർക്കും ഖൈറു ബർക്കത്തുകൾ വർദ്ധിപ്പിച്ചു നൽകട്ടെ. പവിത്ര റജബ് ശഅബാനിലൊക്കെയും ബർക്കത്ത് തന്ന് അതിവിശിഷ്ടമായ റമദാനിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കട്ടെ. തീ പോലെയാണെന്ന് അല്ലാഹുവിൻ്റെ തിരുദൂതർ വിശേഷിപ്പിച്ച ഒരു രോഗമുണ്ട്. മനുഷ്യരിൽ അധിക പേരുടെയും ഹൃദയത്തിന് പിടികൂടുന്ന ഒരു രോഗം. ഹൃദയ രോഗങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അഗ്നി പോലെ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു രോഗം മിക്ക ആളുകൾക്കും മനസ്സിൽ തോന്നാറുണ്ട്. അത് പക്ഷെ അത് ഇല്ലാതിരിക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കണം. ഇനി വന്നുപോയാൽ തന്നെ അതിൻ്റെ പ്രതിവിധി എന്താണ് എന്നും നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ശുദ്ധമാക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. അത് മറ്റൊന്നുമല്ല, അസൂയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. എന്തിനാണ് അസൂയ? സഹോദരന്റെ ഉയർച്ചയിൽ, അവന് ലഭിക്കുന്ന നന്മയിൽ നമുക്ക് നീരസമുണ്ടാവുക, നമുക്കൊരു രസക്കുറവ്, അതിനോടൊരു വിഷമം, ഓനിക്ക് കിട്ടുന്നതിനോട് നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, മനസ്സിനൊരു ഇടുക്കം വരിക, ഇങ്ങനെ തോന്നുന്ന ഒരു പ്രകൃതത്തിനാണ് അസൂയ എന്ന് പറയുന്നത്. മഹബ്ബത്തു ശർരി അഹദി മിൻഹും. അതേ സമയത്ത് അവനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നത് നമുക്ക് നല്ല സന്തോഷമായി തോന്നാം. അവരോട് ശത്രുത, പോര്, കുരുഷ്ട്, ഇതൊക്കെ നമ്മളെ മനസ്സിൽ തോന്നാം. ഓനിക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാകട്ടെ, മുസീബത്ത് ഉണ്ടാകട്ടെ, ഓനിക്ക് താഴ്ച ഉണ്ടാകട്ടെ എന്ന് ചിന്ത വരിക. അതേപോലെ അലിവ് മനസ്സിൽ തോന്നാതിരിക്കാം. അവരോട് എന്തെങ്കിലും ഒരു മനസ്സിന്റെ അലിവ് നമുക്ക് തോന്നണ്ടേ, അത് തോന്നാതിരിക്കാം. അവരോട് ഇഷ്ടമേ ഇല്ലാതിരിക്കുക. അവരെ കുറിച്ച് മോശമായതൊക്കെ വിചാരിക്കുക. ഓൻ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഓൻ ആള് ശരിയില്ല, അന്ത്യായാലും ആള് മോശമാണ്, അങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇല്ലാത്ത വിചാരങ്ങൾ, മോശപ്പെട്ടത് അവരെ കുറിച്ച് വിചാരിക്കുക. ഇതെല്ലാം അസൂയയുണ്ട് എന്നതിന്റെ അടയാളങ്ങളാണ്. ഇതാരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനത്തെ പ്രകൃത സ്വഭാവം വന്നോ, അപ്പൊ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മനസ്സിന് അസൂയ എന്ന രോഗം പിടിപെടുന്നുണ്ട്. അൽ ഹസൂദു ലാ യസൂദ് എന്നാണ് ആപ്തവാക്യം. അസൂയ ഉള്ള ഒരാൾ ഒരിക്കലും എന്താകൂല, ഉയരൂല, നേതാവാകൂല. അൽ ഹസൂദ് ലാ യസൂദ്, ഓൻ നേതാവാകാൻ പോണില്ല, ഓൻ താഴ്ചയിലേക്ക് പോവുള്ളൂ. അപ്പൊ നമ്മുടെ ഉയർച്ചയെ തന്നെ തടയുന്ന ഒരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ താണു, ഉയരൂല. ഈ അസൂയ എന്ന രോഗത്തിന്റെ കടുപ്പം മനസ്സിലാക്കാൻ നമ്മളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുന്ന ഒരു സൂറത്ത് തന്നെ മതി അതിന്റെ തെളിവായി നമ്മുടെ മനസ്സിൽ തോന്നാൻ. പരിശുദ്ധ ഖുർആനിലെ 113ാമത്തെ സൂറത്താണല്ലോ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതിന്റെ അവസാനം പറയുന്നു കാവൽ തേട്ടത്തിന്റെ പ്രാർത്ഥനയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്തുകളിലൊക്കെ ഉള്ളത്. ആ കാവൽ തേട്ടത്തിന്റെ സൂറത്തിൽ, ഫലഖ് സൂറത്തിന്റെ അവസാനം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, എല്ലാ അസൂയാലുക്കളുടെ അസൂയയെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നെ കാവലാക്കുന്നു എന്ന് പ്രാർത്ഥനയാണ് അതിലുള്ളത്. അപ്പൊ തിരുദൂതരോട് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുകയാണ് അസൂയാലുക്കളെ തൊട്ടുള്ള, അവരെ തൊട്ടുള്ള കാവൽ, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടാൻ.
അപ്പൊ എത്ര കടുപ്പുണ്ട് അസൂയ എന്ന് ആലോചിച്ച് നോക്കിയേ. തീ പോലെയാണ് അസൂയ എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹുവിന്റെ ദൂതര് പറഞ്ഞു, ഈ ഹസദ്, അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങൾക്ക് പിടിപെടരുത്. കാരണം അസൂയ യഅ്കുലുൽ ഹസനാത്ത്, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന നന്മകളെ എല്ലാം അത് പിടിച്ചു കൊഴുകും, അത് തിന്നുകളയും. കമാ തഅ്കുലുൻ നാറുൽ ഹതബ, തീ വിറക് തിന്നും പോലെ. വിറകൊക്കെ തീയിൽപ്പെട്ടിട്ട് വിറകൊക്കെ തീർന്നു പോകില്ലേ? അപ്പൊ വിറകിനെ തീ തിന്നും പോലെ നിങ്ങൾ ചെയ്ത നന്മകളെ അസൂയ എന്ത് ചെയ്ത് കളയും? നശിപ്പിച്ചു കളയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അസൂയ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് നമ്മുടെ ഈമാനിനെ കൂടി ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. എന്താ കാരണം? അള്ളാഹുവിന്റെ തിരുദൂതർ ഓർമ്മപ്പെടുത്തി, ലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദു, ഒരടിമയുടെ, ഒരു ദാസന്റെ ഉൾത്തടത്തിൽ സംഗമിക്കുകയില്ല അൽ ഈമാനു, ശരിയായ വിശ്വാസവും, വൽ ഹസദു, അസൂയയും. ഇത് രണ്ടും ഒരുമിച്ച് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടി ഉണ്ടാവൂല. ഈമാൻ ഉണ്ടോ, ശരിയായ ഈമാൻ പൂർണ്ണമായി, എന്നാ ഹസദ് ഉണ്ടാവൂല. ഹസദ് ഉണ്ടോ അവന്റെ മനസ്സിൽ, എന്നാ അവന്റെ ഈമാനിന് കുറവുണ്ട്. ഈമാൻ പൂർണ്ണമല്ല, അല്ലെങ്കിൽ തീരെ ഈമാൻ ഇല്ല. കണ്ടോ എത്ര കടുപ്പം? ഈമാനും അസൂയയും രണ്ടും കൂടി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അസൂയ മറ്റാരോടെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ തിരിച്ചറിയണം, എന്റെ ഈമാനിന് തകരാറ് പറ്റിയിട്ടുണ്ട്, എന്റെ ഈമാനിന് തേയ്മാനം പിടിപെട്ടിട്ടുണ്ട്, എന്റെ ഈമാനിന് ദൗർബല്യം പിടിപെട്ടിട്ടുണ്ട്, എന്റെ ഈമാനിന് കുറവ് സംഭവിച്ചിട്ടുണ്ട്, അതിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം എന്നാണ് ഹദീസ് നമുക്ക് തരുന്ന പാഠം. അസൂയ ദീനിയായ വിഷയത്തിലും ഉണ്ടാകാം, ദുനിയാവിന്റെ വിഷയത്തിലും ഉണ്ടാകാം. ഒരാൾ ദീനിയായി നല്ല ഉയർച്ചയിലാണ്, അപ്പോഴും നമുക്ക് അയാളോട് അസൂയ തോന്നാം. ദുനിയാവിന്റെ വിഷയത്തിൽ അയാൾ കുറച്ച് ഉയർച്ചയിലായി, അപ്പോഴും നമുക്ക് അയാളോട് അസൂയ തോന്നാം. രണ്ടും അസൂയ തന്നെയാണ്. ആ അസൂയയുടെ ഭാഗമായി നമുക്ക് മനസ്സിൽ തോന്നാണ്, അയാൾക്ക് കിട്ടിയ ആ നന്മ, ദീനിയാവട്ടെ ദുനിയാവട്ടെ, ആ നന്മ അയാളിൽ നിന്ന് നശിക്കണം, അയാളിൽ നിന്ന് നീങ്ങണം എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുവെങ്കിൽ അസൂയയുടെ കൂട്ടത്തിൽ കടുപ്പം കൂടിയ അസൂയയാണ്. അയാളോട് എന്തെങ്കിലും ഒരു നന്മയിൽ നീരസം തോന്നുക എന്നുള്ളതിലുപരി അയാളിൽ നിന്ന് അത് നീങ്ങിക്കിട്ടണം എന്നുകൂടി ആശിക്കുക, അത് കുറച്ച് കടുപ്പം കൂടിയ ഹസദാണ്, അത് കുറച്ച് കടുപ്പം കൂടിയതാണ്. അതേ സമയത്ത് അയാൾക്ക് അങ്ങനെ ഒരു നന്മ ഉണ്ടല്ലേ, എനിക്കും അതുപോലെ നന്മ വേണം, അങ്ങനെ ആവണം ഞാനും എന്ന് ചിന്തിക്കുന്നതും അയാളെപ്പോലെ ആകാൻ വേണ്ടി അധ്വാനിക്കുന്നതും നമുക്ക് അനുവദനീയമാണ്. ഒരാളുടെ ഉയർച്ചയിൽ നമുക്കൊരു കണ്ണുകടി തോന്നുകയാണ്, അയാൾ കുറച്ച് ഉയർന്നു, എന്നാൽ ഞാനും അതുപോലെ ആകട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന അയാൾ തർക്കടില്ല. അത് ദീനിയായ വിഷയത്തിലാണെങ്കിൽ പുണ്യകരമാണ്. ഒരു ദീനിന്റെ വിഷയത്തിൽ ഒരാൾക്ക് നല്ല ഉയർച്ചയില്ല, അപ്പൊ ഇയാൾക്ക് തോന്നാണ് ഞാനും അതുപോലെ ദീനിയായിട്ട് നല്ലോണം ഉയരണം എന്ന് ആശിച്ചുകൊണ്ട് ഇയാൾ കൂടുതൽ ഇബാദത്തിൽ വ്യാപൃതനാവുകയാണെങ്കിൽ അത് പുണ്യകർമ്മമാണ്. അതേസമയത്ത് ദുനിയാവിന്റെ വിഷയത്തിലും ഒരാൾ ഉയർച്ച തോന്നിയ, ഒരാൾക്ക് ഉയർച്ച ഉണ്ടാപ്പോ ആ ഉയർച്ച എനിക്കും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദുനിയാവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓനും അധ്വാനിക്കുകയാണ്. എന്നാൽ അതിന്റെ മസാല എന്താ? അനുവദനീയമാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അയൽപ്പക്കക്കാരൻ നല്ല ബംഗ്ലാവ് പോലത്തെ വീട് നിർമ്മിച്ചു, നല്ല മനോഹരമായിട്ടുള്ള നല്ല വില കൂടിയ മുന്തിയ വാഹനത്തിൽ അവനും ഫാമിലിയും സഞ്ചരിക്കുന്നു. ഇത് കാണുമ്പോൾ നമുക്കും തോന്നുകയാണ് എനക്കും വേണം അങ്ങനത്തെ ഒരു വീടും അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ. വിസ എടുത്തിട്ട് കയറി അമേരിക്കയിലൊക്കെ പോയത്, എല്ലാവരും UAE-ലൊക്കെ, ഇവൻ അമേരിക്കയിൽ തന്നെ പോയി നല്ലോണം ജോലി കയറി, അങ്ങനെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി നല്ലൊരു വീട് വെച്ച് ഓനും നല്ല വണ്ടി വാങ്ങി, ഓനും നല്ല അന്തസ്സിൽ ജീവിക്കണം, ഒരു കുഴപ്പമില്ല, അനുവദനീയമാണ്. പക്ഷെ അള്ളാഹ് കൽപ്പിച്ചതല്ലാത്ത തെറ്റായ കാര്യങ്ങൾ അവന്റെ ധനം കൊണ്ട് ചെയ്താൽ എന്നെ കുറ്റകൃത്യമാവും, അല്ലാത്ത കാലത്തോളം തെറ്റല്ല. ഇനി ആരോടെങ്കിലും നമുക്ക് മനസ്സിൽ അസൂയ തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരിക്കലും നമ്മുടെ വാക്കാലോ പ്രവൃത്തിയാലോ പെരുമാറ്റത്താലോ പ്രകടിപ്പിക്കരുത്. ആരുടെയെങ്കിലും മനസ്സിൽ തോന്നി, ആരെ പറ്റിയെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അത് നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ അത് പ്രകടിമാക്കാൻ പാടില്ല. അത് സമയത്ത് നമ്മളോട് തന്നെ നമ്മൾ ഉപദേശിക്കുക, ഇത് ശരിയില്ല,
ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് ശരിയില്ല എന്ന് മനസ്സിനെ തന്നെ ബോധവൽക്കരിക്കുകയും നല്ലത് ചിന്തിക്കുകയും പടച്ചവന്റെ തീരുമാനമാണ്, ഓനിക്ക് അത്ര കൊടുത്തത്, എനിക്ക് അത്ര കിട്ടാതെ ഇത്ര തന്നത് അള്ളാന്റെ തീരുമാനമാണ് എന്ന് വിചാരിച്ച് അതിൽ സമാധാനപ്പെടുകയും അച്ചടക്കം പാലിക്കുകയും വേണം. രണ്ടാമത് അസൂയ മാറിക്കിട്ടാനുള്ളൊരു മരുന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആരോടാണോ അസൂയ വെക്കുന്നത് എങ്കിൽ, അതായത് അസൂയപ്പെടുന്ന ആളുണ്ടല്ലോ, അവനെ നമ്മൾ എന്ത് ചെയ്യുക, ഓനെ ആദരിക്കുക, അവനെ നല്ല അഭിനന്ദിക്കുക, ഓനെ കാണുമ്പോൾ നല്ലത് പറയുക. ഏത് നമുക്ക് വെറുപ്പാ ഓനോട്, പക്ഷെ എങ്കിലും ഓനെ നമ്മൾ ആദരിക്കുക. ഓനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല പിന്നെ കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് ഓനെ പുറത്തൊക്കെ ഒന്ന് തട്ടി, മനസ്സിലോനോട് ദേഷ്യമുണ്ട്, അസൂയുണ്ട്, പക്ഷെ ഈ പെരുമാറ്റം കൊണ്ട് ഈ നല്ല നിലക്ക് നമ്മൾ അവരെ നേരെ ഓപ്പോസിറ്റ് പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള അസൂയെ മാറ്റിയെടുക്കാൻ കഴിയും. നോക്കൂ, നിങ്ങൾ മഹാൻ പറയാ, നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അഥവാ നമ്മൾ ആരോടാണ് അസൂയ വെക്കുന്നത് അയാളെ നമ്മൾ അഭിനന്ദിച്ചു സംസാരിക്കുക. അവനെ ആദരിക്കുന്നതിലും ഓനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നതിലും നമ്മൾ കൂടുതൽ ജാഗ്രത ആവുക. അതിൽ ഇവർക്ക് ഗുണമുണ്ട്, നേട്ടമുണ്ട്. അസൂയ നീക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു ചികിത്സാ രീതി കൂടിയാണിത് എന്ന് മഹാൻ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം, മനസ്സിനെ നന്നാക്കണം. വിശുദ്ധമായ റമളാനിലേക്ക് കടക്കുമ്പോൾ പളുങ്കുപോലെ ശുദ്ധമായ ഹൃദയവുമായിട്ട് കടക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അകവും പുറവും നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും പെരുമാറ്റങ്ങളും നീക്കങ്ങളും ഒക്കെയും നിന്റെ പൊരുത്തത്തിലുള്ളതും ബർക്കത്തുള്ളതുമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഈ മേഖലകളിലൊക്കെ ഞങ്ങളിൽ നിന്ന് വരുന്ന വീഴ്ചകൾ, അപാകതകൾ എല്ലാം നീ വിട്ടുപുറത്ത് മാഫാക്കണേ റബ്ബേ. നീ ശുദ്ധീകരിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. നിന്റെ ഖലാഇൽ ഞങ്ങൾക്ക് ശർറായിട്ട് വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം തട്ടിമാറ്റണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.